ഏവർക്കും നമസ്കാരം. ബഷീറാണ്. ഇന്ന് വളരെ വില കുറഞ്ഞ ഒരു പ്രോപ്പർട്ടി നമുക്ക് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ. പാലക്കാട് ജില്ല കിഴക്കഞ്ചേരി പഞ്ചായത്തിലെ വാൽക്കുളമ്പ് എന്ന ഭാഗത്ത് വെറും 7 ലക്ഷം രൂപയ്ക്ക് 5 സെൻറ്റ് സ്ഥലവും 700 സ്ക്വയർ ഫീറ്റ് താമസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീടുമാണ് വിൽപ്പനയ്ക്കുള്ളത് കേട്ടോ. അപ്പോൾ വില ഞാൻ ആദ്യം പറഞ്ഞു, വെറും 7 ലക്ഷം രൂപ. ഇത് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള വീടല്ല. എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് വീഡിയോ എടുത്ത് അയച്ചു തന്നതാണ്. പുള്ളിയുടെ വീടിനടുത്തുള്ള ഒരു വീടാണ് എന്ന് പറഞ്ഞ് വീഡിയോ എടുത്ത് എനിക്ക് അയച്ചു തന്നതാണ് കേട്ടോ. വണ്ടികൾക്കൊക്കെ വരാനുള്ള വഴി സൗകര്യം ഉണ്ടെന്ന് പറയുന്നു. അതുപോലെ നിറയെ വീടുകളുള്ളൊരു ഭാഗമാണ്. വാൽക്കുളമ്പ് സെൻട്രലിലേക്കൊക്കെ കുറച്ച് ദൂരമുള്ളതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൽ നമുക്ക് വീട്ടിന് ഒരു സിറ്റ് ഔട്ട്, 2 ബെഡ്റൂം, ഹാള്, അടുക്കള എന്നീ സൗകര്യങ്ങളാണ് ഉള്ളത്. അതുകൂടാതെ വീടിൻ്റെ പുറകുവശത്തേക്ക് ഷീറ്റ് ഇറക്കിയിട്ട് അത് വേണമെങ്കിൽ നമുക്കൊരു വർക്ക് ഏരിയ ആയിട്ട് ചുറ്റുഭാഗം ഒന്ന് മറച്ചു കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ പറ്റും. നിലവിൽ ഇതിന് വെള്ളത്തിൻ്റെ കണക്ഷൻ എന്ന് പറയാനായിട്ട് തൊട്ടപ്പുറം വീട്ടിൽ നിന്ന് കിണറിൽ നിന്ന് വെള്ളം ഇവർ മോട്ടോർ വെച്ച് അടിച്ചിട്ടാണ് ഉപയോഗിക്കുന്നത്. അതിപ്പോൾ ഈ വീട് വാങ്ങുന്നത് ആരാണോ അവർക്കൊരു വെള്ളത്തിൻ്റെ, അതായത് ഒരു ബോർവെൽ കുഴിക്കുന്നത് വരയ്ക്കും നമുക്ക് അതിൽ നിന്ന് വെള്ളം എടുക്കാനുള്ളൊരു സൗകര്യം ചെയ്തു തരും. അപ്പോൾ അങ്ങനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. വീട്ടിൽ പണികളുണ്ട് കേട്ടോ. അപ്പോൾ ഈ ബാത്റൂമിലൊന്നും ടൈൽ ഒട്ടിച്ചിട്ടില്ല. അതുപോലെ ചില റൂമുകളിലൊക്കെ കാവ്യാണ് ഇട്ടിരിക്കുന്നത്. എന്നാലും 7 ലക്ഷം രൂപയ്ക്ക് എന്ന് പറയുമ്പോൾ 700 സ്ക്വയർ ഫീറ്റ് ഉണ്ട്, 5 സെൻറ്റ് സ്ഥലമുണ്ട്. വില കുറയില്ല കേട്ടോ. ഫൈനൽ വിലയാണ്, ലാസ്റ്റ് വിലയാണ് പറഞ്ഞിരിക്കുന്നത്. എന്നോടും പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. വില കുറയില്ല, നിങ്ങൾ ആ 7 ലക്ഷത്തിൽ നിന്ന് എന്തെങ്കിലും കുറച്ച് കൂടുതൽ പറഞ്ഞോളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാനത് പറയുന്നില്ല. അവർ പറഞ്ഞ വില പറയുന്നത് ഇതൊരു കണ്ടോ, ഇതൊരു വർക്ക് ഏരിയ ഒക്കെ ആയിട്ട്, അല്ല അതൊരു സ്റ്റോർ റൂമാണ്, തേച്ചിട്ടില്ല കേട്ടോ. കുറച്ച് പണികളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ നമ്മൾ ഓട് വീട് വാങ്ങുന്നതിനേക്കാളും ഈ ഒരു ബഡ്ജറ്റിന് 5 സെൻറ്റ് സ്ഥലത്തിൽ ഇങ്ങനൊരു വീട് വാങ്ങുക എന്നുള്ളത്, അല്ല കിട്ടുക എന്നുള്ളത് ചില സമയത്തൊക്കെ വളരെ അപൂർവമായിരിക്കും. കണ്ടോ, ഈ ഒരു ഓസ് ഇട്ടിട്ടാണ് അപ്പുറം വീട്ടിൽ നിന്ന് വെള്ളം കൊടുക്കണം. അപ്പോൾ ഇതിന് ചുറ്റും അതിരും കാര്യങ്ങളൊക്കെ ഉണ്ട്. വലിയ പഴക്കവും ഇല്ലാത്തൊരു വീടാണ്. വണ്ടികൾക്കൊക്കെ വരാനുള്ള സൗകര്യമുണ്ട്. അടുത്ത് വീടുകളുള്ളൊരു ഭാഗമാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കൊടുത്ത നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ സ്റ്റെയറിൻ്റെ ഭാഗം തേക്കാത്തതുകൊണ്ട് ഇവിടെ എന്തോ പായലോ പൂപ്പലൊക്കെ പിടിച്ചിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ വാങ്ങി താമസിച്ച് കുറേശ്ശെ പണികളൊക്കെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ വളരെ മനോഹരമാകും. കാരണം 700 സ്ക്വയർ ഫീറ്റ് ഉണ്ട്, 5 സെൻറ്റ് സ്ഥലമുണ്ട്. ഇതാണ് നമുക്ക് വണ്ടികൾക്കൊക്കെ വരാനുള്ള വഴിയുള്ളത് കേട്ടോ. ഇവർക്ക് ഇവിടെ 2 വീലർ പോലും ഇല്ല. അപ്പോൾ അത് നോക്കും, അടുത്തൊക്കെ കണ്ടോ പുതിയ നല്ല വീടുകൾ ഇപ്പോൾ താമസം തുടങ്ങിയതാണ്. അപ്പോൾ എന്തായാലും ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വില കുറഞ്ഞ പ്രോപ്പർട്ടികളൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബസ് റൂട്ടിലേക്ക് ഇവിടെ നിന്ന് കുറച്ച് ദൂരമുള്ളൂ, നടക്കേണ്ട ദൂരമുള്ളൂ എന്നൊക്കെയാണ് പറഞ്ഞത്. ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതല്ല, ഒന്നുകൂടെ പറയുന്നു, ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല ഈ പ്രോപ്പർട്ടി. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഉള്ള ഒരു 5 സെൻറ്റും ഇങ്ങനെ ഒരു വീടും ഈ ഒരു വിലയ്ക്ക് എന്ന് പറയുന്നത് വലിയ വില കൂടുതലല്ല. അത് എന്നോട് അവർ പറഞ്ഞു, കറക്റ്റായിട്ട് 7 ലക്ഷം രൂപ അവരുടെ കയ്യിൽ കൊടുക്കേണ്ടതാണ്. അപ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും കുറച്ച് കൂടുതൽ പറയുമോ, അപ്പോഴേ 7 ലക്ഷത്തേക്ക് വരുള്ളൂ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആ വില തന്നെയാണ് നിങ്ങളോട് പറയുന്നത്. നമുക്ക് ഇന്നൊരു വില പറഞ്ഞ് പിന്നെ കുറച്ച് പറഞ്ഞ് പിന്നെ കൂട്ടി പറഞ്ഞ് അങ്ങനെയുള്ളതൊന്നുമല്ല. അവർക്ക് അവരുടെ കയ്യിൽ കിട്ടേണ്ട ഫൈനൽ വില ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പോൾ ഈ വീഡിയോ മുഴുവനായും കണ്ട് താല്പര്യമുള്ളവർക്ക് വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം കോൺടാക്റ്റ് ചെയ്താൽ ഇത് പോയി കാണാം. ഇതിൽ ഈ ജനൽപ്പാളികൾ കണ്ടോ, ഈ തുണി വെച്ച് മറച്ച ഭാഗത്തൊക്കെ ജനൽപ്പാളികളൊക്കെ വെക്കേണ്ടതുണ്ട്. അതുപോലെ കുറച്ച് വീടിൻ്റെ പുറകുവശം സൈഡിലുള്ള ചുമരുകൾ തേക്കാത്തതിൻ്റെ ഒരു നനവാണ് നമുക്ക് ഈ വീടിൻ്റെ അകത്തെ റൂമുകളിലൊക്കെ ആ ഒരു 1-2 ഭാഗത്ത് കണ്ടത് അവിടെയൊക്കെ കാണുന്നത് കേട്ടോ. ഇന്ന് തേക്കേണ്ട പണികളൊക്കെ ഉണ്ട്. എന്നാലും ചെറിയ വാടകയ്ക്കൊക്കെ ഇരുന്ന് ഒരുപാട് കാലങ്ങൾ വാടകയ്ക്ക് താമസിച്ച് സ്വന്തമായിട്ടൊരു വീട് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഒരു ഗുണമാണ്. അതുപോലെ നമുക്ക് ഇതിൽ ഒരു ബെഡ്റൂമിനകത്ത് അറ്റാച്ച്ഡ് ആയിട്ടൊരു ബാത്റൂം സൗകര്യമാണ് ഉള്ളത് കേട്ടോ. നമുക്ക് കോമൺ ആയിട്ട് വേറെ ഏതുമില്ല. പക്ഷേ നമുക്ക് ഈ സ്ഥലം ഉള്ളത് കൊണ്ട് നമുക്ക് പുറകിൽ ഒരു കോമൺ ബാത്റൂമൊക്കെ എടുക്കാനുള്ളൊരു സൗകര്യമുണ്ട്. അതുപോലെ നമ്മുടെ വടക്കഞ്ചേരി ടൗൺ എന്ന് പറയുമ്പോൾ തൃശ്ശൂരിൻ്റെയും പാലക്കാടിൻ്റെയും മധ്യത്തിലുള്ള വലിയൊരു ടൗണാണ്. അപ്പോൾ ആ ടൗണിലേക്ക് ഈ വീടിൻ്റെ അവിടെ നിന്ന് ഏകദേശം 10 കിലോമീറ്ററാണ് ദൂരം പറഞ്ഞത്. അതുപോലെ ഈ വീടിൻ്റെ അവിടെ നിന്ന് നമ്മുടെ നാഷണൽ ഹൈവേ മേരിഗിരി ആ ഭാഗത്തേക്കൊക്കെ ഒരു 6-7 കിലോമീറ്റർ ഉണ്ടെന്നാണ് പറഞ്ഞത്. അവിടെയാണ് നമുക്ക് ഇതിൻ്റെ അടുക്കളയൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പോയി വീഡിയോ എടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നമുക്ക് കാണുന്ന ആൾക്കാർക്കൊന്ന് വ്യക്തമാകുന്ന രീതിയിൽ ക്ലിയർ ആയിട്ട് എടുക്കും. ഇതിപ്പോൾ അവർക്ക് ഈ ഒരു എനിക്ക് മാത്രം ആയിട്ടൊന്ന് അയച്ചു തന്നായിരുന്നു. പിന്നെ എനിക്ക് അവിടം വരെ പോകാനുള്ള ഒരു സമയമില്ലാത്തതുകൊണ്ട് ആ വീഡിയോ തന്നെ ഞാൻ അങ്ങനെ ചാനലിലൂടെ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നു. അത്യാവശ്യം സ്ഥല സൗകര്യങ്ങളൊക്കെ ഉണ്ട്. 5 സെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് അത്യാവശ്യം പെരുമാറാനുള്ള സ്ഥല സൗകര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ വാൽക്കുളമ്പ് സെൻറ്ററിൽ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ളതെന്നാണ് അവർ പറഞ്ഞത്. വാൽക്കുളമ്പൊക്കെ ഞാൻ പോയിട്ടുള്ളതാണ്. വലിയ കുഴപ്പമില്ലാത്തൊരു ഏരിയയാണ്. പിന്നെ പറയുന്ന വില എത്രയല്ലേ ഉള്ളൂ, വെറും 7 ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ അതൊരു വലിയ വിലയല്ല.
ഇപ്പോൾ പഞ്ചായത്തിൻ്റെ പൈപ്പ് ലൈൻ കണക്ഷൻ ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ കണക്ഷൻ അതിലേ പോയിട്ടുണ്ട്. അത് ചാലു ആകുമ്പോൾ നമുക്ക് അങ്ങനെയും വെള്ളം എടുക്കാം, അല്ലെങ്കിൽ ഒരു ബോർവെൽ അടിക്കുക. ഒരു 10-70-75,000 രൂപയൊക്കെ ചിലവാക്കിയിട്ട് ഒരു ബോർവെല്ലൊക്കെ അടിക്കുകയാണെങ്കിൽ നമുക്ക് വെള്ളം സ്വന്തമായിട്ടുള്ളൊരു വെള്ളമായി. ഇപ്പോൾ അവർ അപ്പുറേ ഉള്ള കിണറ്റിൽ നിന്നാണ് ഒരു വെള്ളം എടുക്കണമെന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ മതിലിൻ്റെ കയ്യാലേക്ക് കെട്ടിയിട്ടുണ്ട്. എന്തായാലും മറ്റുള്ളവർക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് ഈ വീഡിയോ പരമാവധി ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും കൂടെ ചെയ്യുക. വീഡിയോ മുഴുവനായും കണ്ട് കാര്യങ്ങൾ ഏകദേശം വ്യക്തമായതിനു ശേഷം സ്ക്രീനിൽ കൊടുത്ത നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക. ഇതിൻ്റെ അടുത്ത് തന്നെയായിട്ട് നമുക്ക് ആരാധനാലയങ്ങളും അതുപോലെ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടെന്നാണ് പറഞ്ഞത്. എന്തായാലും പുതിയ ഒരു വീഡിയോയുമായിട്ട് നിങ്ങൾക്ക് മുന്നിൽ വീണ്ടും വരാം. ബൈ ബൈ.